2020 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മോണ്ടെക് സിംഗ് അലുവാലിയ ആണ്. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മോണ്ടെക് സിംഗ് അലുവാലിയ ആണ്. ശ്രീദേവി ദ എറ്റേണൽ സ്ക്രീൻ ഗോഡസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സത്യാർത്ഥ് നായക് ആണ്. ശ്രീദേവി ദ എക്സ്റ്റേണൽ സ്ക്രീൻ ഗോഡസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സത്യാർത്ഥ് നായക്. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കിൾ സ്റ്റോമിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ ആരംഭിച്ച ദൗത്യമാണ് സൺറൈസ്. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ ആരംഭിച്ച ദൗത്യമാണ് സൺറൈസ്. ദ പാഴ്സണേജ് ഗാർഡൻ അറ്റ് ന്യൂനൻ എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻഗോഗ്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആയിട്ടുണ്ട്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി? 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി എന്നത്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി അകപ്പെട്ട വിദേശികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്ട്രാൻഡഡ് ഇൻ ഇന്ത്യ എന്നത്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി അകപ്പെട്ട വിദേശികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്ട്രാൻഡഡ് ഇൻ ഇന്ത്യ. ലോക്ക്ഡൗണിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ലോക്ക്ഡൗണിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എത്രാമത് വാർഷികമാണ് 2020 ആഘോഷിക്കുന്നത്? 70ാമത്തെ. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എത്രാമത് വാർഷികമാണ് 2020 ആഘോഷിക്കുന്നത്? 70ാമത്തെ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ COVID-19 ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ COVID-19 ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. 2019-20 കാലഘട്ടത്തിൽ 431 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനിയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി. 2019-20 കാലഘട്ടത്തിൽ 431 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനിയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി. കേരളത്തിൽ ആദ്യമായി COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ ആദ്യമായി COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനമാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് കേരള എന്നത്. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനമാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് കേരള. 2021 യൂത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ചൈന. 2021 യൂത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ചൈനയിൽ. യൂണിസെഫുമായി സഹകരിച്ച് ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കായി ക്രിയേറ്റീവ് സ്കിൽ കോമ്പറ്റീഷൻ പ്രോഗ്രാമായ മോ പ്രോട്ടീവ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. യൂണിസെഫുമായി സഹകരിച്ച് ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കായി ക്രിയേറ്റീവ് സ്കിൽ കോമ്പറ്റീഷൻ പ്രോഗ്രാമായ മോ പൊട്ടീവ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. COVID-19 വ്യാപനത്തിനെതിരെ കൊറോണ വാച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. COVID-19 വ്യാപനത്തിനെതിരെ കൊറോണ വാച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക.
COVID-19 രോഗലക്ഷണങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. COVID-19 രോഗലക്ഷണങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമേതാണ്? ഹിമാചൽ പ്രദേശ്. മാലിദ്വീപ് ഗവൺമെന്റിന് COVID-19 വ്യാപനം തടയുന്നതിനായുള്ള അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സഞ്ജീവനി. മാലിദ്വീപ് ഗവൺമെന്റിന് COVID-19 വ്യാപനം തടയുന്നതിനായുള്ള അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സഞ്ജീവനി. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ചൈന. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ചൈന. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി IIT റൂർക്കെ എയിംസുമായി ചേർന്ന് വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ പോർട്ടബിൾ വെന്റിലേറ്ററാണ് പ്രാണവായു. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി IIT റൂർക്കെ എയിംസുമായി ചേർന്ന് വികസിപ്പിച്ച ഏറ്റവും ചെലവ് കുറഞ്ഞ പോർട്ടബിൾ വെന്റിലേറ്ററാണ് പ്രാണവായു. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റേ ഹോം ഇന്ത്യ വിത്ത് ബുക്സ് സംരംഭം ആരംഭിച്ച സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ്. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റേ ഹോം ഇന്ത്യ വിത്ത് ബുക്സ് സംരംഭം ആരംഭിച്ച സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ലോക്ക്ഡൌൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റോഡ് വിജിൽ. ലോക്ക്ഡൌൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റോഡ് വിജിൽ. COVID-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പുസ്തകച്ചങ്ങാതി. COVID-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? പുസ്തകച്ചങ്ങാതി. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്നും തിരിച്ചെത്തി 14 ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് 15,000 രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്നും തിരിച്ചെത്തി 14 ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് 15,000 രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. MK അർജുനൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? സംഗീതം. MK അർജുനൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സംഗീതത്തിൽ. COVID-19 പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ തലവനാണ് അമിതാഭ് കാന്ത്. COVID-19 പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ തലവനാണ് അമിതാഭ് കാന്ത്. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമാണ് കടുവ. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമാണ് കടുവ. ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇന്റർനാഷണൽ ഡേ ഓഫ് കൺസയൻസ് ആയി ആചരിച്ചത് 2020 ഏപ്രിൽ 5-നാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇന്റർനാഷണൽ ഡേ ഓഫ് കൺസയൻസ് ആയി ആചരിച്ചത് 2020 ഏപ്രിൽ 5-നാണ്. പെപ്സിക്കോയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. പെപ്സിക്കോയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി ആചരിക്കുന്ന വർഷമാണ് 2020. ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി ആചരിക്കുന്ന വർഷമേതാണ്? 2020. COVID-19 വ്യാപനം തടയുന്നതിനായി 5T അതായത് ടെസ്റ്റിംഗ്, ട്രേസിംഗ്, ട്രീറ്റ്മെന്റ്, ടീം വർക്ക് ആൻഡ് ട്രേസിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്ലാൻ ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. COVID-19 വ്യാപനം തടയുന്നതിനായി 5T എന്നാൽ ടെസ്റ്റിംഗ്, ട്രേസിംഗ്, ട്രീറ്റ്മെന്റ്, ടീം വർക്ക് ആൻഡ് ട്രേസിംഗ് ആൻഡ് മോണിറ്ററിംഗ് എന്ന പ്ലാൻ ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് COVID-19 മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് COVID-19 മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന.
കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് ലൈഫ് ലൈൻ ഉഡാൻ. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് ലൈഫ് ലൈൻ ഉഡാൻ. കോവിഡ്-19-നെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% വേതനം അധികം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗോവ. കോവിഡ്-19-നെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% വേതനം അധികം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗോവ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കണ്ണൂർ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കണ്ണൂർ. ലോക്ക്ഡൌൺ സമയത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് മലപ്പുറം. ലോക്ക്ഡൌൺ സമയത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് മലപ്പുറം. കോവിഡ്-19 വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖായുഷ്യം. കോവിഡ്-19 വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖായുഷ്യം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്വാസ്ഥ്യം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്വാസ്ഥ്യം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. 10 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ചെറു സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള പുതിയ സ്ട്രീമിംഗ് ആപ്പാണ് ക്യുബി. 10 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ചെറു സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള പുതിയ സ്ട്രീമിംഗ് ആപ്പ് ആണ് ക്യുബി. QUIBI. കോവിഡ്-19-നെതിരെ പോരാടുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം AICTEയുമായി ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചാണ് സമാധാൻ. കോവിഡ്-19-നെതിരെ പോരാടുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം AICTEയുമായി ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചാണ് സമാധാൻ. 2020 ഫോബ്സ് ബില്യണയർ ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ് ആണ്. 2020 ഫോബ്സ് ബില്യണയർ ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ്. കോവിഡ്-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമേതാണ് ഓപ്പറേഷൻ ഷീൽഡ്. കോവിഡ്-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഷീൽഡ്. ദ ആർട്ട് ഓഫ് ഹെർ ഡീൽ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മേരി ജോർദാൻ ആണ്. ദ ആർട്ട് ഓഫ് ഹെർ ഡീൽ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മേരി ജോർദാൻ ആണ്. കോവിഡ്-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി കോവിഡ് കെയർ ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കോവിഡ്-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി കോവിഡ് കെയർ ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാർ 2020 ഏപ്രിൽ 14 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഏപ്രിൽ 30 വരെ നീട്ടിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. കേന്ദ്ര സർക്കാർ 2020 ഏപ്രിൽ 14 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഏപ്രിൽ 30 വരെ നീട്ടിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ട്രെയിനിംഗ് പ്ലാറ്റ്ഫോമാണ് ഐഗോട്ട്. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ട്രെയിനിംഗ് പ്ലാറ്റ്ഫോമാണ് ഐഗോട്ട്. കോവിഡ്-19 രോഗബാധിതരും ഡോക്ടറുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി മധ്യപ്രദേശ് റെയിൽവേ ആരംഭിച്ച മൊബൈൽ ഡോക്ടർ ബൂത്താണ് ചരഗ്. കോവിഡ്-19 രോഗബാധിതരും ഡോക്ടറുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി മധ്യപ്രദേശ് റെയിൽവേ ആരംഭിച്ച മൊബൈൽ ഡോക്ടർ ബൂത്താണ് ചരഗ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനമാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.
ഇന്ത്യയിൽ ആദ്യമായി COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനമാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് വീടുകളിൽ എത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് വീടുകളിൽ എത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? സഞ്ജീവനി. COVID-19-നെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് യുക്തി. COVID-19-നെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് യുക്തി. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ HDFC ലിമിറ്റഡിന്റെ 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ HDFC ലിമിറ്റഡിന്റെ 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച COVID-19 ടെസ്റ്റ് കിറ്റാണ് പാത്തോ ഡിറ്റക്റ്റ്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച COVID-19 ടെസ്റ്റ് കിറ്റാണ് പാത്തോ ഡിറ്റക്റ്റ്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി RBI ആരംഭിച്ച ട്വിറ്റർ ക്യാമ്പയിന്റെ മുഖചിത്രം അമിതാഭ് ബച്ചൻ ആണ്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി RBI ആരംഭിച്ച ട്വിറ്റർ ക്യാമ്പയിന്റെ മുഖചിത്രം അമിതാഭ് ബച്ചൻ ആണ്. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. COVID-19 പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെ ആധാരമാക്കി അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തിയാണ് സുഭാഷ് അറുകര. COVID-19 പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെ ആധാരമാക്കി അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തിയാണ് സുഭാഷ് അറുകര. COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അടച്ച ആദ്യ രാജ്യമാണ് ഫിലിപ്പൈൻസ്. COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അടച്ച ആദ്യ രാജ്യമാണ് ഫിലിപ്പൈൻസ്. IMFന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണറാണ് രഘുറാം രാജൻ. IMFന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണറാണ് രഘുറാം രാജൻ. JBLന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സാറ അലി ഖാൻ. JBLന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സാറ അലി ഖാൻ. MPL മൊബൈൽ പ്രീമിയർ ലീഗിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് തമന്ന ഭാട്ടിയ. MPL അഥവാ മൊബൈൽ പ്രീമിയർ ലീഗിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് തമന്ന ഭാട്ടിയ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020ന്റെ വേദിയാണ് ഇന്ത്യ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020ന്റെ വേദി ഇന്ത്യയാണ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020ന്റെ വേദി ഇന്ത്യയാണ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആഹാരം ലഭിക്കാത്തവർക്കായി ഫുഡ് ബാങ്ക് സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആഹാരം ലഭിക്കാത്തവർക്കായി ഫുഡ് ബാങ്ക് സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനലാണ് DD റീട്രോ. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനലാണ് DD റീട്രോ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാമ്പിൾ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി പൂൾ ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാമ്പിൾ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി പൂൾ ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. COVID-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ. COVID-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ശാന്തി ഹിരാനന്ദ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. ശാന്തി ഹിരാനന്ദ് ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംഗീതവുമായി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കേരള നിയമസഭയുടെ സജീവ സാന്നിധ്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സഭ ഇ-ബെൽസ് എന്നത്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കേരള നിയമസഭയുടെ സജീവ സാന്നിധ്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ
ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സബ ഇ-ബെൽസ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. BSNL SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI അധിഷ്ഠിത പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ഇൻസ്റ്റാ പേ. BSNL SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI അധിഷ്ഠിത പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ഇൻസ്റ്റാ പേ. COVID-19 സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി DRDO വികസിപ്പിച്ച സംവിധാനമാണ് കോവ്സാക്ക്. COVID-19 സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി DRDO വികസിപ്പിച്ച സംവിധാനമാണ് കോവ്സാക്ക്. WWF ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് വിശ്വനാഥൻ ആനന്ദ്. WWF ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് വിശ്വനാഥൻ ആനന്ദ്. സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ഗ്രിഡ് ക്യാമ്പയിൻ ആരംഭിച്ച ബാങ്കാണ് HDFC. സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ഗ്രിഡ് ക്യാമ്പയിൻ ആരംഭിച്ച ബാങ്കാണ് HDFC. 2022 ഏഷ്യൻ പാരാ ഗെയിംസിന്റെ വേദിയാണ് ചൈന. 2022 ഏഷ്യൻ പാരാ ഗെയിംസിന്റെ വേദിയാണ് ചൈന. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനാകുന്നത് മൂൺ ജെ ഇൻ ആണ്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനാകുന്നത് മൂൺ ജെ ഇൻ. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലസ്കോപ്പാണ് ചെയോപ്സ്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലസ്കോപ്പാണ് ചെയോപ്സ്. CHEOPS. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണസ്വാമി V ആണ്. 2020 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയം ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ് എന്നതാണ്. 2020 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയമാണ് ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്. ABCD ദ മീനിങ് ഓഫ് പീസ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് പൗലോ കൊയ്ലോ ആണ്. ABCD ദ മീനിങ് ഓഫ് പീസ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് പൗലോ കൊയ്ലോ ആണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ചരക്കുനീക്കം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് കിസാൻ രഥ്. കോവിഡ് പശ്ചാത്തലത്തിൽ ചരക്കുനീക്കം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് കിസാൻ രഥ്. ഹാരി പോട്ടർ കഥാപാത്രത്തിന്റെ പേരിൽ ഗവേഷകർ നാമകരണം ചെയ്ത അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ അണലിയാണ് സലാസർ സ്ലൈത്തറിൻ. ഹാരി പോട്ടർ കഥാപാത്രത്തിന്റെ പേരിൽ ഗവേഷകർ നാമകരണം ചെയ്ത അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ അണലിയാണ് സലാസർ സ്ലൈത്തറിൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടിയാണ് പൂട്ടാത്ത പാഠശാല. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടിയാണ് പൂട്ടാത്ത പാഠശാല. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക. 2020 ഏപ്രിലിൽ ഏത് രാജ്യത്തെ സമുദ്രത്തിൽ നിന്നാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയെ കണ്ടെത്തിയത്? ഓസ്ട്രേലിയ. 2020 ഏപ്രിലിൽ ഏത് രാജ്യത്തെ സമുദ്രത്തിൽ നിന്നാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയെ കണ്ടെത്തിയത്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യ സീറോ COVID-19 സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ആദ്യ സീറോ COVID-19 സംസ്ഥാനമാണ് ഗോവ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കുന്നത് ലക്ഷ്യമാക്കി ശ്രീകാര്യം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഹോംസ്. HOMS എന്നത്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കുന്നത് ലക്ഷ്യമാക്കി ശ്രീകാര്യം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഹോംസ്. 2020 ഗവേഷകർ
മെഗലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് പെരളം. 2020 ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് പെരളം. COVID-19 കുറിച്ചുള്ള എല്ലാ വിവരവും ലഭ്യമാക്കുന്നതിനായി IIM കോഴിക്കോടിലെ വിദ്യാർത്ഥികൾക്ക് വികസിപ്പിച്ച ഡയറക്ടറിയാണ് COVID-FYI. COVID-19 കുറിച്ചുള്ള എല്ലാ വിവരവും ലക്ഷ്യമാക്കുന്നതിനായി IIM കോഴിക്കോടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഡയറക്ടറിയാണ് COVID-FYI. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ജീവൻ രക്ഷാമരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശൂർ. ജീവൻ രക്ഷാമരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശൂർ. 2020 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ എന്നത്. 2020 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ. അംഗൻവാടി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ചീഫ് മിനിസ്റ്റർ COVID-19 യോദ്ധ കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അംഗൻവാടി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ചീഫ് മിനിസ്റ്റർ COVID-19 യോദ്ധ കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2020 ഏപ്രിലിൽ ഹാങ്പാൻ ഡാഡ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2020 ഏപ്രിലിൽ ഹാങ്പാൻ ദാദ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. COVID-19 ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് കോവിഡ് ഇന്ത്യ സേവ. COVID-19 ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് കോവിഡ് ഇന്ത്യ സേവ. 2020 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 142 ആണ്. 2020 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142. COVID-19 ആയു ആൻഡ് സെഹത് സാദി ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. COVID-19 ആയു ആൻഡ് സെഹത് സാദി ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്തിടെ അന്തരിച്ച ടോം ആൻഡ് ജെറി കാർട്ടൂൺ പരമ്പരയുടെ സംവിധായകനാണ് ജീൻ ഡീച്ച്. അടുത്തിടെ അന്തരിച്ച ടോം ആൻഡ് ജെറി കാർട്ടൂൺ പരമ്പരയുടെ സംവിധായകനാണ് ജീൻ ഡീച്ച്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ബർമിംഗ്ഹാം. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് നൈറ്റിംഗേൽ 19. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് നൈറ്റിംഗേൽ 19. COVID-19 പോരാടുന്നതിനായി കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആപ്തമിത്ര. ആപ്തമിത്ര എന്നത് COVID-19 പോരാടുന്നതിനായി കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇസ്രായേലിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്ക് ആരംഭിക്കുന്നതിന് സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് TCS. ഇസ്രായേലിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്ക് ആരംഭിക്കുന്നതിന് സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് TCS. കഞ്ചാവ് കൃഷി നിയമപരമാക്കിയ ആദ്യ അറബ് രാജ്യമാണ് ലബനൻ. കഞ്ചാവ് കൃഷി നിയമപരമാക്കിയ ആദ്യ അറബ് രാജ്യമാണ് ലബനൻ. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിർച്വൽ കോർട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്ററാണ് വൈറ്റൽ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്ററാണ് വൈറ്റൽ VITAL. 2020 ഏപ്രിലിൽ ഇറാൻ വികസിപ്പിച്ച മിലിറ്ററി ഉപഗ്രഹമാണ് നൂർ. 2020 ഏപ്രിലിൽ ഇറാൻ വികസിപ്പിച്ച മിലിറ്ററി ഉപഗ്രഹമാണ് നൂർ. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഗ്രാം സ്വരാജ്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഗ്രാം സ്വരാജ്. ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ടിയാൻവൻ 1. ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ടിയാൻവൻ 1. 2020 ഏപ്രിലിൽ സാർക്ക് ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനം നടന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 2020 ഏപ്രിലിൽ സാർക്ക് ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനം നടന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യമരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം.
ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. ചന്ദ്രന്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനമാണ് US ജിയോളജിക്കൽ സർവേ. ചന്ദ്രന്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനമാണ് US ജിയോളജിക്കൽ സർവേ. 2020 30-ാം വാർഷികം ആഘോഷിച്ച നാസയുടെ ടെലസ്കോപ്പാണ് ഹബിൾ. 2020 30-ാം വാർഷികം ആഘോഷിച്ച നാസയുടെ ടെലസ്കോപ്പാണ് ഹബിൾ. COVID-19 പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യാലയ് എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് CISF. COVID-19 പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യാലയ് എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് CISF. COVID-19 കേസുകൾ 3 ആഴ്ചകൾക്ക് മുൻപ് പ്രവചിക്കുന്നതിനായി ഡൽഹി IIT വികസിപ്പിച്ച സജ്ജീകരണമാണ് പ്രകൃതി. COVID-19 കേസുകൾ 3 ആഴ്ചകൾക്ക് മുൻപ് പ്രവചിക്കുന്നതിനായി ഡൽഹി IIT വികസിപ്പിച്ച സജ്ജീകരണമാണ് പ്രകൃതി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകുന്നത് TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകുന്നത് TS തിരുമൂർത്തിയാണ്. നഗരപ്രദേശങ്ങളിൽ വനിതകളെ കൊണ്ട് മാസ്ക് നിർമ്മിച്ച് 11 രൂപ നിരക്കിൽ ഗവൺമെന്റിന് കൈമാറുന്നതിനായി ജീവൻ ശക്തി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നഗരപ്രദേശങ്ങളിൽ വനിതകളെ കൊണ്ട് മാസ്ക് നിർമ്മിച്ച് 11 രൂപ നിരക്കിൽ ഗവൺമെന്റിന് കൈമാറുന്നതിനായി ജീവൻ ശക്തി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. COVID-19 പഠനങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് വിലോകന. COVID-19 പഠനങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് വിലോകന. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെന്റ് ആശുപത്രി എവിടെയാണ്? ഉത്തർപ്രദേശിൽ. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെന്റ് ആശുപത്രിയാണ് ഉത്തർപ്രദേശ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. അമേരിക്കയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിതനായ ഇന്ത്യനാണ് J. അരുൺകുമാർ. അമേരിക്കയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിതനായ ഇന്ത്യനാണ് J. അരുൺകുമാർ. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജീവൻ അമൃത് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജീവൻ അമൃത് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അംഗൻവാടി കുട്ടികളെ സഹായിക്കുന്നതിനായി ഉംബരെ അംഗൻവാടി സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അംഗൻവാടി കുട്ടികളെ സഹായിക്കുന്നതിനായി ഉംബരെ അംഗൻവാടി സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്.